Priya's Kitchen. ഇന്ന് നമുക്കൊരു വെജിറ്റബിൾ സ്റ്റൂ തയ്യാറാക്കാം. ഇൻഗ്രീഡിയൻസ്: ആദ്യം ഞാൻ കിഴങ്ങും ഗ്രീൻ ബീൻസും വേവിച്ച് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ് ചതുര കഷ്ണങ്ങളായി അരിഞ്ഞത് ഒരെണ്ണം, ബീൻസ് 4 എണ്ണം നീളത്തിൽ അരിഞ്ഞത്, സവാള ഒരെണ്ണം ചെറുതായി അരിഞ്ഞത്, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 4 പച്ചമുളക് നടുവേ കീറിയത്, 5 ഏലക്ക, 4 ഗ്രാമ്പു, 5 കുരുമുളക്, 2 കറുവാപ്പട്ട, 1 തക്കോലം. ഈ സ്റ്റൂവിൽ ഞാൻ കുറച്ച് പാസ്ത കൂടി ചേർക്കുന്നുണ്ട്. അരമുറി തേങ്ങയുടെ 1/4 പാല് 2/2 പാലും എടുത്തു വെച്ചിട്ടുണ്ട്. കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഉപ്പുപൊടി. ഇനി നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായി ആദ്യം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഇളക്കി മൂപ്പിച്ചെടുക്കണം. ഇത് ഒന്ന് മൂത്തതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാള നന്നായി വഴറ്റേണ്ട ആവശ്യമില്ല. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന പച്ചക്കറിയിൽ ക്യാരറ്റ്, ബീൻസ്, പച്ചമുളക് എന്നിവ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്നതിൽ നിന്ന് 2/2 പാൽ ഒഴിച്ചു കൊടുക്കാം. ഇളക്കി കൊടുക്കാം. കറിവേപ്പിലയും ചേർത്ത് മൂടി വെച്ച് വേവിക്കാം. ക്യാരറ്റ് ബീൻസും ഒക്കെ വെന്ത് വരാൻ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് നമുക്ക് ഇടയ്ക്ക് മൂടി തുറന്നൊന്ന് ഇളക്കി കൊടുക്കാം. വെജിറ്റബിൾസ് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന പാസ്ത ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കിഴങ്ങും ഗ്രീൻ ബീൻസും ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് ഒരു 3 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. ഇനി നമുക്ക് മൂടി തുറന്ന് നോക്കാം. നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1/4 പാൽ ചേർത്ത് നന്നായി ഇളക്കാം. 1/4 പാൽ ചേർത്തതിന് ശേഷം തീ അധികം നേരം വെക്കേണ്ട ആവശ്യമില്ല. തീ ഓഫ് ചെയ്യണം. നമ്മുടെ വെജിറ്റബിൾ സ്റ്റൂ തയ്യാറായിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്റ്റൂ ആണിത്. അപ്പം, ഇടിയപ്പം, ചപ്പാത്തി എന്നിവയുടെ ഒരു നല്ല കോമ്പിനേഷനാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.